ഇബ്ലീസ് വന്നിട്ട് ഉപദേശിക്കും. കാരണം ഇന്നഹു ലകും അദുവ്വും മുബീൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ പറയുക, അവനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. അലം അഹദ് ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലകും അദുവ്വും മുബീൻ. നിങ്ങൾ ശൈത്താനെ ആരാധിക്കല്ലേ, ആ ശൈത്താനുമായി നിങ്ങൾ ബന്ധപ്പെടല്ലേ, അവൻ പറയുന്ന പോലെ നിങ്ങൾ കേൾക്കല്ലേ, നിങ്ങൾ അനുസരിക്കല്ലേ. അവനാണ് നിങ്ങളുടെ ഏറ്റവും വ്യക്തമായ ശത്രുവെന്ന് വിശുദ്ധ ഖുർആൻ. ആ ശത്രു കടന്നു വരികയാണ്, ആ ശത്രു കടന്നു വരികയാ. ആരംഭ റസൂലിന്റെ മനോമുഖരത്തിന്റെ ഉള്ളറയിലേക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ചിത്രവും ചിന്തയും കടന്നു വരുമ്പോ ആ ഹംസയുടെ മനസ്സിലേക്ക് ഇബ്ലീസ് കടന്നു വരികയാണ്. എന്നിട്ട് ഇബ്ലീസ് പറയുകയാ, അല്ലയോ ഹംസ, നീ മക്കയുടെ രാജാവല്ലേ, അന്ത സയ്യിദു ഖുറൈശ്, അന്ത സയ്യിദു ഖുറൈശ്, നീ ഖുറൈശികളുടെ നേതാവല്ലേ ഹംസ, അന്ത സയ്യിദു ഖുറൈശ്, നിങ്ങൾ ഖുറൈശികളുടെ നേതാവല്ലേ ഹംസ. നീ ആരെയാ പിന്നെ പേടിക്കുന്നത്? ഖുറൈശികൾക്കൊരു നേതാവുണ്ടെങ്കിൽ നീയാണ് നേതാവ്. ഈ പാവപ്പെട്ട യതീമാരെ മുഹമ്മദ് പറയുന്നത് നീ കേൾക്കാണോ? നാണക്കേട് തന്നെ. ശൈത്താൻ വന്ന് മനസ്സിൽ ഇങ്ങനെ പറയാൻ, നിന്റെ ഉപ്പ, നിന്റെ ഉപ്പുപ്പ, കുടുംബക്കാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മതത്തെ കളഞ്ഞിട്ട് ഹംസ നിനക്ക് എന്തു പറ്റി? അവസാനം ഇബ്ലീസ് പറഞ്ഞ വാക്ക് മഹാന്മാര് പറയുന്നു, ഏറ്റവും സാഹിത്യ സമ്പുഷ്ടം, അൽ മൗതു ഖൈറുൽ ലക മിമ്മാ സനഅത. നീ മുഹമ്മദിന്റെ കൂടെ പോകുന്നതിനേക്കാളും നല്ലത് നീ മരിക്കലാണെന്ന് ശപിക്കപ്പെട്ടവനാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. നീ മുഹമ്മദിന്റെ കൂടെ പോകുന്നതിനേക്കാളും നല്ലത് നീ മരിക്കലാണ്. പക്ഷേ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിങ്ങനെ പിടച്ചു, മനസ്സ് പിടച്ചു. ശൈത്താൻ സമ്മതിക്കൂല എന്നുള്ളത് ശരിയാ. മുമ്പ് ഒരാൾ ഹജ്ജിന് പോയ കഥ നിങ്ങൾക്കറിയില്ലേ? പഴയ കാലത്ത് ഹജ്ജിന് പോകുന്നത് കപ്പലിലാണ്. ഒരുപാട് പണമൊക്കെ മുടക്കി കെട്ടും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കപ്പലിൽ പോകും. ദിവസങ്ങളോളം ഇങ്ങനെ കപ്പലിൽ യാത്രയാണ്. അങ്ങനെ കപ്പലിൽ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഒരാൾ ഹജ്ജിന് പോകാൻ വേണ്ടി സാധനങ്ങളൊക്കെ ചുമന്ന് ഓടി വരികയാണ്. ഓടി വന്നൊക്കെ കപ്പല് പോയി. ഇനി വേറെ മാർഗമൊന്നുമില്ല. അവിടെ നിന്ന് കരഞ്ഞു അയാൾ. എന്ത് ചെയ്യും, ഞാനിനി എന്ത് ചെയ്യും? പൊട്ടിക്കരഞ്ഞു. അയാള് വിതുമ്പിക്കരഞ്ഞു, മനസ്സു പൊട്ടി, സങ്കടം നിറഞ്ഞു. ആ മഹാനാര മനുഷ്യൻ ആ കപ്പല് പോയതിന്റെ പേരിൽ സങ്കടപ്പെട്ട് കരഞ്ഞപ്പോൾ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു, അസ്സലാമു അലൈക്കും ഹബീബ്, എന്റെ സങ്കടം. അയാള് പറഞ്ഞു, മോനെ, കപ്പല് പോയി, എനിക്ക് ഹജ്ജിന് പോകാനുള്ളതാ, ഇനി ഈ വർഷം നടക്കൂല, വേറെ കപ്പലൊന്നും വിടുന്നില്ല, എല്ലാം പോയല്ലോ, എന്റെ ആഗ്രഹം നഷ്ടമായല്ലോ, എന്റെ പണം പാഴായല്ലോ. ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ഈ കടലിലൂടെ നീന്താം, നിങ്ങൾ എന്റെ തോളത്ത് കയറിയിരുന്നാ മതി. അപ്പൊ ഇയാള് പറഞ്ഞു, നിന്നെ കൊണ്ട് പറ്റുമോ? ആ ചെറുപ്പക്കാരൻ കൈ മസ്സിൽ ഉരുട്ടി കാണിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരിക്കലും തളരൂല, ധൈര്യമായിട്ട് കയറിക്കോ. അങ്ങനെ ഈ വയോവൃദ്ധനായ മനുഷ്യനെ തോളത്ത് കയറ്റിയിട്ട് അലറി വിളിക്കുന്ന തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് കടലിലൂടെ ഈ ചെറുപ്പക്കാരൻ നീന്തി നീന്തി മുന്നോട്ട് പോയി. അവസാനം കപ്പല് പോകുന്ന സ്ഥലത്തെത്തി. ആ കപ്പലിന്റെ ഭാഗത്തെത്തിയപ്പോ ഈ തോളിന്റെ മുകൾ ഭാഗത്ത് നിന്ന് ഈ പ്രിയപ്പെട്ട സഹോദരനെ കപ്പലിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് പറഞ്ഞു, സന്തോഷമായില്ലേ, നിങ്ങൾക്ക് കപ്പൽ നഷ്ടപ്പെട്ടു പോയില്ലല്ലോ, ഞാൻ നിങ്ങളെ കൊണ്ടുവന്നെത്തിച്ചില്ലേ. അപ്പോ ഇത്രയും ഉപകാരം ചെയ്തെങ്കിലും ഒന്ന് പരിചയപ്പെടണ്ടേ? ഇത്രയും വലിയ ഉപകാരം, വണ്ടി കിട്ടാതെ വഴി നിന്നതാ, പെട്ടെന്നൊരാള് കേറിക്കോ മുസ്ലിയാർ എന്ന് പറഞ്ഞ് കയറ്റി കൊണ്ട് അപ്പുറത്തിറങ്ങി. എന്താ പേര്, എവിടാ സ്ഥലം, ശരി, അസ്സലാമു അലൈക്കും. അതൊരു സ്വാഭാവിക മര്യാദയല്ലേ? ഹജ്ജിന് പോകുന്ന മനുഷ്യർ ഇയാളോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? അപ്പൊ ആ മനുഷ്യൻ തിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹ്, സാധാരണ ഹജ്ജിന് പോണവനെ ഇല്ലാതാക്കണ ഇബ്ലീസാണ്. ഇപ്പൊ പോകാൻ പറ്റാത്തവനെ ചെമന്നുകൊണ്ട് കപ്പലിൽ കയറ്റി. അപ്പൊ ഇയാള് പറഞ്ഞു, നിന്റെ മറ്റേ പരിപാടിയൊക്കെ നീ നിർത്തിയോ? ഇപ്പൊ ഹജ്ജിന് വിടാൻ തുടങ്ങിയോ, ഗ്രൂപ്പ് തുടങ്ങിയോ? ആ സമയത്ത് ഇബ്ലീസ് പറഞ്ഞടാ മടയ, അതുകൊണ്ടല്ല, നിനക്ക് ഹജ്ജിന് പോവുക എന്നത് ആത്മാർത്ഥമായ ആഗ്രഹമായിരുന്നു, അതിനെനിക്ക് പോകാൻ പറ്റിയില്ല, കപ്പല് പോയി. നീ ഹജ്ജിന് പോകാൻ പറ്റാത്ത സങ്കടം കൊണ്ട് കടലിന്റെ കരയിലിരുന്നിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന കപ്പലിനെ നോക്കി കരഞ്ഞപ്പോ ഒരു തുള്ളി കണ്ണീരിന് ഒരു ഹജ്ജിന്റെ പ്രതിഫലം വെച്ച് അള്ളാഹ് എഴുതാൻ തുടങ്ങി. ഒരു തുള്ളി കണ്ണീരിന് ഒരു ഹജ്ജിന്റെ കൂലി. അപ്പൊ നീ ഇരുട്ട വിളക്ക് ഇരുന്ന് കരഞ്ഞാൽ ആയിരക്കണക്കിന് ഹജ്ജിന്റെ കൂലി നിനക്ക് കിട്ടും. അങ്ങനെ നീ ഓസിനുണ്ടാക്കണ്ട, കേരള എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ.
അപ്പോ ഇതാകുമ്പോ ഒറ്റ ഹജ്ജല്ലേ കിട്ടൂ. ഇവിടെ ഇരുന്ന് നീ കരഞ്ഞാൽ ഇഷ്ടംപോലെ ഹജ്ജ് കിട്ടും. അപ്പൊ നീ നാളെ പരലോകത്ത് രക്ഷപ്പെടും. അങ്ങനെ വേണ്ട, ഒരു ഹജ്ജ് ചെയ്തോ പാവല്ലേ എന്ന് പറഞ്ഞ് കൊണ്ടുപോയതാ. ഇതാണ് ഇബ്ലീസ്. നമ്മൾ അറിയൂല, നമ്മളുടെ ഉള്ളിൽ കിടന്ന് നമ്മൾ അറിയാതെ ഒരു പണി നമുക്ക് തരും. അതാണ് ശപിക്കപ്പെട്ടവനായ ഇബ്ലീസ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, ദാഹമൗത്തതു കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, സമയം ലഈനവരാട്ടുവ ബദിരീങ്ങളാൾ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. നൗഷാദ് ബാഖവിയുടെ പ്രഭാഷണം ന്യൂ ജനറേഷൻ ആയി പോയെന്ന് പരാതി പറയുന്നവരെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രഭാഷണം നടത്തിയ പ്രിയപ്പെട്ട ഉസ്താദുമാരൊക്കെ ചൊല്ലിപ്പിച്ചിരുന്നതല്ലേ. ചൊല്ലാൻ കഴിയാത്തവരെ, നിങ്ങളാണ് ന്യൂ ജനറേഷൻ ആയി പോയത്, ബാക്കിമാരല്ല. മാറിപ്പോയത് നിങ്ങളാ, മാറ്റം കൊതിക്കുന്നത് നിങ്ങളാ, ആട്ടം കൊതിക്കുന്നത് നിങ്ങളാ, അല്ലാതെ പ്രഭാഷകന്മാരല്ലോ. അതുകൊണ്ട് മാറിക്കോ ചെറുപ്പക്കാരാ, പഴമയിലേക്ക്, നന്മയിലേക്ക്, വെളിച്ചത്തിലേക്ക്, പ്രകാശത്തിലേക്ക്, പ്രഭയിലേക്ക്, ആത്മീയതയിലേക്ക്, ആദർശത്തിലേക്ക്, ആത്മീയതയിലേക്ക് കടന്നു വന്നോ. പഴയകാലത്തുള്ള മഹാന്മാരൊക്കെ ആ ശപിക്കപ്പെട്ടവൻ മരിക്കുന്ന സമയത്ത് വരെ മനുഷ്യന്റെ മനസ്സിനെ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുമല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരന്നുകൊണ്ട് കാവൽ ചോദിച്ചു പോരെങ്കിൽ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ കീഴടക്കാൻ നോക്കിയിട്ട് നടന്നില്ല. ഹംസ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാ, കഅബാലയത്തിന്റെ മുമ്പിലേക്ക് പോകുകയാ. അന്ന് കഅബ എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഹൈന്ദവ അന്നത്തെ മതത്തിലെ അറേബ്യൻ സമുദായം മുഴുവൻ കഅബയുടെ മുന്നിലാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഹംസ റളിയല്ലാഹു അൻഹു അവിടെ വരികയാണ്, രണ്ട് കൈ ഉയർത്തിയിട്ട് പറയുകയാണ്, ഏത് ദൈവത്തിനോടെന്നറിയില്ല, ഏത് സൃഷ്ടാവിനോടെന്നറിയില്ല, എങ്കിലും മനസ്സു പൊട്ടിയിട്ട് ഹംസ റളിയല്ലാഹു അൻഹു പറയുകയാ, അല്ലാഹുമ്മ ഇൻ കാന റുശ്ദ ഫജ്അൽ തസ്ദീഖഹു ഫീ ഖൽബി വഇല്ലാ ഫജ്അൽഹു ലീ മിമ്മാ വഖഅതു ഫീഹി മഖ്റജാ. അല്ലാഹുവേ, ഈ ആകാശത്തെ പടച്ച നാഥാ, ഈ ഭൂമിയെ പടച്ച നാഥാ, ഈ പ്രപഞ്ചത്തെ പടച്ച നാഥാ, മുഹമ്മദ് നബി പറയുന്നതാണ് സത്യമെങ്കിൽ അതിലേക്ക് എന്റെ കൽബിനെ നീ ചേർത്ത് വെക്കണേ അല്ലാ. മുഹമ്മദ് പറയുന്നതാണ് സത്യമെങ്കിൽ അതിലേക്ക് എന്റെ കൽബിനെ ചേർത്ത് വെക്കണേ അല്ലാ. അതല്ല മുഹമ്മദ് പറഞ്ഞത് കളവാണെങ്കിൽ അതിൽ നിന്ന് തന്നെ മാറ്റണേ അല്ലോ എന്ന് പറഞ്ഞിട്ട് മടങ്ങി വരുമ്പോ ഫഅൽഖല്ലാഹു ഫീ ഖൽബിഹിൽ ഈമാൻ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിനകത്ത് അല്ലാഹു ഈമാൻ കൊടുത്തു. പൊട്ടിക്കരഞ്ഞിട്ട് ഓടുകയാണ്, യാ ഹബീബല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരംഭ റസൂല് വാരിപ്പുണർന്നു. അള്ളാന്റെ ഹബീബിന് സന്തോഷമായി. ആകാശത്തിൽ നിന്ന് മഴക്കാർ കൂടിയിട്ട് മനോഹരമായ സന്തോഷം പങ്കുവെച്ചു മഴത്തുള്ളികൾ. മക്ക ആനന്ദനന്ദിതരായി നൃത്തം ചവിട്ടി. അറേബ്യൻ മരുഭൂമി മുഴുവൻ മുത്തുറസൂലിനെ മുത്തം കൊടുക്കാൻ കൊതിച്ചുപോയി. ഹംസ റളിയല്ലാഹു അൻഹു ആരംഭ റസൂലിനെ വാരി പുണർന്നിട്ട് പറഞ്ഞു, നബിയേ, ഇതാണ് സത്യമെന്ന് എനിക്ക് മനസ്സിലായി, ഇതാണ് ആദർശമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് യാ ഹബീബല്ലാഹ് നബിയേ, അങ്ങ് പ്രയാസപ്പെടേണ്ട നബിയേ, അങ്ങ് സങ്കടപ്പെടേണ്ട നബിയേ, അങ്ങയുടെ മനസ്സിൽ ആശങ്കകൾ വേണ്ട നബിയേ, ധൈര്യമായിട്ടിരുന്നോ, ഞാനുണ്ടല്ലോ. എന്നിട്ട് നബി തങ്ങളോട് ആദ്യമായി പറഞ്ഞതെന്താ? ഇങ്ങനെ വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് രഹസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്റെ സഹോദരന്റെ മകനായ മുഹമ്മദ് നബിയെ ഇറങ്ങി വാ, ദീനിന്റെ കുറച്ച് പ്രഖ്യാപിക്കുക, പ്രഭാഷണം നടത്തുക. ഞാൻ എന്റെ നബിയെ, ആരാണ് നിങ്ങളെപ്പോഴ ഈ മക്കയുടെ മണ്ണിൽ ഒരു പേരുണ്ടെങ്കിൽ വരട്ടെ, ഒരു ഉമ്മയുടെ പൊന്നുമോനുണ്ടെങ്കിൽ വരട്ടെ. ഹംസയെ തൊടാതെ നിങ്ങളെ തൊടാൻ കഴിയില്ല നബിയെ, ഹംസയെ തൊടാതെ നിങ്ങളെ തൊടാൻ കഴിയില്ല നബിയെ. എന്തിനും ഏതിനും ഹംസയുണ്ട്, എന്തിനും ഏതിനും ഹംസയുണ്ട്. അതുകൊണ്ടാണ് ചരിത്രം പറഞ്ഞത്, വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി തമ്പിയ സുവദേ മാറടാ, വല്ലൽ നബി മഹ്മൂദർ ഹൗലിന്ന് വെള്ളം കുടിക്കുന്നു നാരടാ, അംബർ ഷഫീഉള്ള കാവൽ നിന്നുള്ള സംഭാരമിൽ വന്ന്
നബിയാർ കുളത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ, ഒന്നന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, ഒന്ന് വിളത്തോടെ വെള്ളം കൂടി ചാട്ടെ, തുമ്പിക്ക് മാമദം പൊട്ടിയുളമട്ടെ, കൂറിയ വാക്കിനെ കേട്ട് വിളമ്പട്ടെ, സംസരിക സരിക പമകരിരിം കരിമാകരിക താകും ദാഗ ഗും ഗും ഗുണ ഗുണ ഗും ഗും ഗുണ അമ്പറുകളും മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി പടയോട്ടം നടത്തിയ വീരേതിഹാസം രചിച്ചു പോയ ചരിത്രത്തിലേക്ക് എന്റെ നീലേശ്വരത്ത് വന്ന ചെറുപ്പക്കാരാ